ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ ഇനി കാണാൻ പോണത് വേറൊന്നുമല്ല, അങ്ങനെ നവ്യയാണെങ്കിൽ വീണ്ടും കൂട്ടുകാരനെ കൊണ്ട് ഒരു മെസ്സേജ് ആദർശിൻ്റെ ഫോണിലേക്ക് അയപ്പിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, അതായത് നമ്മുടെ എ എൻ ജ്വല്ലറിയുടെ ആ ഒരു ഉടമയുടെ പേര് കിങ് കോബ്ര എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറയണം. അത് നമ്മുടെ ആദർശ് മാളവികയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാളവിക അടുത്ത് പറയുന്നുണ്ട്, അയാളുടെ പേര് ശരിക്കും പറഞ്ഞാൽ കിങ് കോബ്ര എന്നാണ് അയാൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നത്. കിങ് കോബ്ര എന്ന് വെച്ചാൽ നാഗരാജാവ്, നാഗങ്ങളുടെ ദൈവം. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ഏതോ പേരാണ് എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അത് ശരിക്കും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ മാളവി പറയേണ്ട ഷോ എന്നാലും വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ ഇയാൾ, ഒരു പിടി കിട്ടുന്നില്ല. ഞാൻ ആ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, പക്ഷെ അയാളെ കുറിച്ച് ഒരു വിവരം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയണ്ടോ, മാളവികയെ താൻ ഒരുപാട് റിസ്ക് എടുക്കരുത്, തൻ്റെ ജീവനും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. താൻ ഞങ്ങളുടെ ആളാണെന്ന് എങ്ങാനും അവരറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവന് തന്നെ ആപത്താവും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നത് സഹിക്കാൻ പറ്റില്ലടോ. തൻ്റെ അച്ഛൻ ഞങ്ങളുടെ വലിയ കടപ്പാടുള്ളൊരു മനുഷ്യനാണ്. തൻ്റെ അച്ഛനെ ഞാൻ വലിയൊരു സ്ഥാനത്താണ് കാണുന്നതും. അപ്പം അങ്ങനത്തെ ആളുടെ മകൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്കത് പറ്റില്ല. അതുകൊണ്ട് താൻ ഒരുപാട് റിസ്ക് ഒന്നും എടുക്കേണ്ട. നാച്ചുറലായിട്ട് താൻ അന്വേഷിക്കണ പോലെ അന്വേഷിച്ചാൽ മതി. അതിൽ കൂടുതൽ താനൊന്നും ചെയ്യണ്ട. മാളവിക പറയണ്ടേ, സർ എനിക്ക് ആദർ സാറിനോടും നയന മേഡത്തിനോടും നിങ്ങളുടെ മൂർത്തി ജ്വല്ലറുടെ മൂർത്തി സാറിനോടൊക്കെ വലിയ ബഹുമാനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റാൻ ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് സർ കാണുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് മാളവിക പറയാണ്. ശേഷം മാളവിക ആദർശിനോട് പറയണ്ടേ, ഈ കിങ് കോബ്ര ആരാന്ന് ഞാൻ കണ്ടുപിടിക്കും സർ എന്ന് പറഞ്ഞിട്ട് മാളവിക അവിടെ നിന്ന് പോവാണ്. അതേസമയം നമ്മുടെ നവീനാണെങ്കിൽ അനീനെ ചതിക്കാൻ വേണ്ടി ഒരുങ്ങാട്ടോ. നമ്മുടെ അനാമികടുത്തും അച്ഛനോടും പറയുന്നുണ്ട്, നിങ്ങൾ കോടതിയിൽ വക്കീൽ വിളിപ്പിക്കുമ്പോഴേക്കും പറയേണ്ടത് ഈ കേസ്, അതായത് നമ്മുടെ ബന്ധം വേർപിരിയണം, അതായത് ഡിവോഴ്സ് കേസ് നിങ്ങൾക്ക് താല്പര്യമില്ല, ഡിവോഴ്സ് ആവണ്ട, അതായത് ബന്ധം വേർപിരിയണ്ട എന്ന് നിങ്ങൾ പറയണം. അനാമിക ചോദിക്കണ്ട്, അതെന്തിനാ ഞാൻ അങ്ങനെ പറയേണ്ടത്? എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യമില്ല. നല്ല രീതിയിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുവാണെങ്കിൽ ഞാൻ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളാം എന്ന് അനാമിക പറയുമ്പോഴേക്കും നവീൻ പറയണ്ട്, നഷ്ടപരിഹാരം ചോദിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധം തുടരാൻ താല്പര്യമുണ്ട്, ഈ ബന്ധം വേർപിരിയണ്ട എന്ന് കോടതിയിൽ അനാമിക പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അവർ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരും. അപ്പോൾ അനാമികക്കും അച്ഛനും അത് ശരിയാണെന്ന് തോന്നുവാണ്. ശരി എങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ മോനെ അനി, നീ എന്നെ ചതിച്ചു, ചതിക്ക് മറുചതിയല്ലേ ഏറ്റവും നല്ലത്. നീ എന്നെ ചതിച്ച സ്ഥിതിക്ക് ഞാനും അതേ നാണയത്തിൽ നിനക്ക് തിരിച്ചടി തരാൻ പോവാടാ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനി കേട്ടോ. അനീനെ കുറിച്ച് നവീൻ കേട്ടോ. അങ്ങനെ നവീൻ അപ്പൊ തന്നെ അനി വിളിക്കുന്നുണ്ട്, എടാ എന്തായടാ, നമ്മുടെ കേസ് നാളെയാണ്, നാളെയെങ്കിലും അതിനൊരു തീർപ്പാക്കാൻ പറ്റുമോ? നാളെയെങ്കിലും എനിക്ക് ഡിവോഴ്സ് കിട്ടോടാ, ഞങ്ങളുടെ ബന്ധം വേർപിരിഞ്ഞ് തരുവോടാ, എടാ നീ എങ്ങനെ ഞങ്ങൾക്കൊന്ന് സഹായിക്കടാ, അനാമിക എന്ന് പറഞ്ഞ നശ്വരത്തെ എന്റെ തലയിൽ നിന്ന് ഒഴിപ്പിച്ച് താടാ. നവീൻ പറയണ്ട, എടാ ഞാൻ മാക്സിമം അതിനു വേണ്ടി ശ്രമിക്കാം. പിന്നെ അനാമികയുടെ സ്വഭാവം നിനക്ക് അറിയാലോ, അവളെപ്പോ എന്ത് പറയുമെന്നാണ് പറയാൻ പറ്റാത്തത്. എന്തായാലും നമുക്ക് തന്നെയാണ് വിജയം എന്നാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേടാ, തീർച്ചയായിട്ടും ഞാൻ നിന്നെ സഹായിക്കാടാ എന്നൊക്കെ നവീൻ നമ്മുടെ അനിയടുത്ത് പറയാട്ടോ. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. നവീൻ മനസ്സിൽ വിചാരിക്കണ്ടേ, എടാ എന്റെ നന്ദുവിനെ ഞാൻ ഒരിക്കലും നിനക്ക് വിട്ടുതരില്ല, അത് വിട്ടുതരാതിരിക്കണമെങ്കിൽ നിന്റെ തലയിൽ എപ്പോഴും അനാമിക വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് തിരിച്ച് കാർ ഓടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതേസമയം മാളവികയാണെന്നുണ്ടെങ്കിലോ എങ്ങനെയെങ്കിലൊക്കെ ഈ കിങ് കോബ്ര ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഡേവിഡ് സാറിന് ചുറ്റിപ്പറ്റി അങ്ങ് നടക്കുവാട്ടോ. അപ്പൊ ഡേവിഡ് നമ്മുടെ മാളവികനെ വിളിക്കേണ്ട. ആ മാളവിക, എനിക്ക് തന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? അതെ, നമ്മുടെ വിഷു കളക്ഷൻസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മൂർത്തി ജ്വല്ലറിനെക്കാളും ഒരു പിടി മുൻപിൽ തന്നെ നമുക്ക് കയറി പറ്റാൻ സാധിച്ചു. ഇനി ഓണമാണ് വരാൻ പോണത്. ഓണമാസത്തിന്റെ പ്രത്യേകത അറിയാലോ, ചിങ്ങത്തിന് എല്ലാ ദിവസവും കല്യാണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ സ്വർണത്തിന് എത്ര വില കൂടി എന്ന് പറഞ്ഞാലും നമ്മൾ വില കുറച്ച് കൊടുക്കുന്ന സ്ഥിതിക്കും പണിക്കൂലി ഇല്ലാത്ത സ്ഥിതിക്കും നമ്മുടെ കടയിൽ നിന്ന് തന്നെ ആൾക്കാർ സ്വർണം വാങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് ഇറക്കേണ്ടി വരും. താൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടേണ്ടി വരും ഒരു മാസം. അതിനുള്ള പൈസ തനിക്ക് കിട്ടും. ഒരു ദിവസം തനിക്ക് 1,00,000 രൂപ തരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ദിവസം 1,00,000 രൂപയോ? അതെ, താൻ അങ്ങനെയുള്ള ഒരു ആപ്പകലില്ലാതെ പണിയെടുക്കാൻ പോണത്. അതായത് ചിങ്ങം ഒരു മാസം താൻ ജോലി ചെയ്ത് തനിക്ക് 30,00,000 രൂപയാണ് തന്റെ അക്കൗണ്ടിലേക്ക് കയറാൻ പോണത്. സർ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാം, തീർച്ചയായിട്ടും വിശ്വസിക്കാം സർ. ഇത്രയൊക്കെ
പണം തരാൻ മാത്രം. അതേടോ, വേറൊരു സ്ഥലത്ത് തനിക്ക് ഇത്രയും പൈസ കിട്ടില്ല, പക്ഷെ തനിക്ക് ഇവിടെ തന്നിരിക്കും. കാരണം മാളവിക കളക്ഷൻസ് അത്രയ്ക്കും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാളവിക തൻ്റെ ഈ ആറ്റിറ്റ്യൂഡും തൻ്റെ ഈ ഒരു ബുദ്ധിശാലിയും തൻ്റെ ഒരു ഡിസൈനുമാണ് നമ്മളെ ഈ ഒരു നിലയിൽ എത്തിച്ചത്. അതുകൊണ്ട് തനിക്ക് 30 ലക്ഷം രൂപ മാത്രമല്ല, അതിൽ കൂടുതലും നമ്മുടെ സാറ് തരും. അല്ല സർ, നമ്മുടെ സാറ് എപ്പോഴെങ്കിലും നമ്മുടെ കമ്പനി വരുമോ? എന്താണ് തനിക്ക് അങ്ങനത്തെ ഒരു ജോലി? സാറ് സമയമാകുമ്പോൾ വരും. സാറിനെ കുറിച്ച് താൻ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട. അല്ലാണ്ട് സർ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് ഇത്ര നല്ലൊരു ഓഫറും ഇത്ര നല്ലൊരു പൈസയും ഇത്ര നല്ലൊരു സാലറി പാക്കേജും തരുന്ന ഒരാളെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചെന്നേ. അതൊക്കെ കാണേണ്ട സമയമ്പോഴേക്ക് നിങ്ങളെയൊക്കെ സാറ് വന്ന് കണ്ടോളും. പെട്ടെന്ന് തന്നെ ഡേവിഡിന്റെ ഫോണിലേക്ക് കോള് വരുവാണ്. ഡേവിഡ് ഫോൺ വേഗം തന്നെ കട്ട് ചെയ്യാട്ടോ. അപ്പൊ മാളവികക്ക് മനസ്സിലായി ഇത് മറ്റേയാളാണ് വിളിക്കണെന്ന്, ആ AN ജ്വല്ലറിയുടെ ഉടമസ്ഥൻ. മാളവിക ശരി സർ, എങ്കിൽ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കണം, ഈ ഡേവിഡ് സാറിന്റെ ഫോണിന്റെ ലോക്ക് ഒന്ന് അഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതിൽ ആ നമ്പറും അതിലുള്ള ഫോട്ടോ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടാവാതിരിക്കില്ല, അതെങ്ങനെയെങ്കിലും പൊളിച്ചടക്കേ പറ്റൂ എന്ന് മാളവിക വിചാരിക്കുകയാണ്. അങ്ങനെ ഡേവിഡിനെ ചുറ്റിപ്പറ്റിയാണ് മാളവികയുടെ അടുത്ത അന്വേഷണം. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ കൈക്കലാക്കുക, അയാളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചോർത്തിയെടുക്കുക. അതിനു വേണ്ടി മാളവിക ചുരുണ്ടി നമ്മൾ ഡേവിഡിന്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാട്ടോ. മാളവികനെ ഇപ്പൊ ആർക്കും സംശയമില്ല, പക്ഷെ അവന്തികക്കാണ് ആദ്യ സംശയം വരാൻ പോണത്. ഈ മാളവിക നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. മാളവിക എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇവളിൽ എന്തൊക്കെയോ ഒരു രഹസ്യ സ്വഭാവമുണ്ട്, അതെന്താന്ന് കണ്ടുപിടിക്കണം എന്ന് നമ്മുടെ അവന്തിക ഡേവിഡിനോട് പറയാണ്. ഡേവിഡ് പറയണ്ട്, അത് ശരിയാണ്, ഈ ഇടയായിട്ട് നമ്മുടെ ശരിക്കുള്ള മുതലാളി ആരാന്നും ശരിക്കുള്ള ഓണർ ആരാന്നും അറിയാൻ അവൾക്ക് വല്ലാത്തൊരു ആകാംക്ഷയുണ്ട്. അതെ, അവളിനെ ആരെങ്കിലും ചാരത്തിയാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മാളവികനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഡേവിഡ് മാളവികനെ ശ്രദ്ധിക്കുന്നുണ്ട്, മാളവികയാണെങ്കിൽ ഡേവിഡിനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ മാളവികയുടെ മരണം അടുത്തു കേട്ടോ. ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മാളവികയുടെ ജീവനെ കുറിച്ച് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാളവികക്ക് മരണം അടുത്തു എന്നല്ലേ വിചാരിക്കേണ്ടത്. അങ്ങനെ മാളവിക ആ ഒരു വലിയ രഹസ്യത്തിന്റെ അടുത്തേക്ക് എത്താണ്. ഇതെല്ലാത്തിനും ഉത്തരവാദി അല്ലെങ്കിൽ AN ജ്വല്ലറിയുടെ ഓണർ ആരാന്നുള്ള മഹാസത്യം അത് വേറെ ആരുമല്ല, മൂർത്തി സാറിന്റെ മരുമകൻ, അതായത് ജലജയുടെ ഭർത്താവാണ് എന്നുള്ള സത്യവും AN ജ്വല്ലറിയുടെ എന്ന് പറയുന്നത് നമ്മുടെ അവന്തികയും എന്ന് പറയുന്നത് നാഗ അയാളാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്ന നമ്മുടെ മാളവികേന. പക്ഷെ ആ ഒരു സത്യം ആദർശിനോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സത്യം മാളവിക മനസ്സിലാക്കുന്നത് ഏത് സെക്കൻഡിലാണോ ആ സെക്കൻഡ് തന്നെയാണ് മാളവികയുടെ മരണവും സംഭവിക്കാൻ പോണത്. അതേ ഫ്രണ്ട്സ്, നമുക്കിനി ഈ ആഴ്ച കാണാൻ പോണ കൂടെ കാണാൻ പോകുന്ന ഭാഗം മാളവികയുടെ മരണമാണ്. മാളവികേനെ ശരിക്കും പറഞ്ഞാൽ കൊലപ്പെടുത്തിയതാണ്. എന്നിട്ട് മാളവികയുടെ ആ ഒരു കണ്ടുപിടിച്ച രഹസ്യം ആ രഹസ്യം മാളവികയോട് കൂടെ തന്നെ ഈ മണ്ണോട് അലിഞ്ഞു തീരുക. അതാണ് ഡേവിഡിന്റെയും നമ്മുടെ അവന്തികയുടെ നമ്മുടെ AN ജ്വല്ലറിയുടെ ഇതായിട്ടുള്ള കാര്യം കേട്ടോ. പക്ഷെ നമ്മുടെ ആദർശിനെ മനസ്സിലാവുന്നുണ്ട് ഇവരുടെ എന്തോ രഹസ്യം അറിഞ്ഞിട്ടാണ് മാളവികനെ ഇവർ കൊന്നേന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാളവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു അതിന്റെ കേസും കാര്യങ്ങളൊക്കെ അതിന്റെ മുറ പോലെ നടത്താൻ വേണ്ടി തന്നെയാണ് ആദർശിന്റെ ഉദ്ദേശം. എന്തായാലും മാളവികയുടെ മരണം അത് നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.